ഹായ്, വെൽക്കം ടു പ്രെപ്സ്കേൽ. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തമിഴ് മീഡിയം ഈ കഴിഞ്ഞ 5-ാം തീയതി ഓഗസ്റ്റ് മാസം 5-ാം തീയതി നടന്ന എക്സാമാണ്. അപ്പൊ അതിലെ പാർട്ട് എ ഭാഗവും അതുപോലെ തന്നെ അതിലെ ഹിസ്റ്ററി ഭാഗവുമാണ് നമ്മളിപ്പോൾ ഇന്ന് ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള മെത്തഡോളജി ഭാഗം, ജോഗ്രഫിയുടെ ഭാഗമൊക്കെ അടുത്ത പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സഹോദരൻ അയ്യപ്പൻ ഈസ് ഓർ ആർ കറക്റ്റ്? ഇൻ 1933 അയ്യപ്പൻ സ്റ്റാർട്ടഡ് എ ന്യൂസ് പേപ്പർ കോൾഡ് വേലക്കാരൻ. അപ്പൊ വേലക്കാരൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ അദ്ദേഹം തുടങ്ങിയെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഹി ബിക്കെയിം എ മെമ്പർ ഓഫ് കൊച്ചിൻ പ്രജാമണ്ഡലം. കൊച്ചിൻ പ്രജാമണ്ഡലത്തിലെ അദ്ദേഹം ഒരു അംഗമായിരുന്നു. ഹി ഫുള്ളി സപ്പോർട്ടഡ് ഹിന്ദു മഹാമണ്ഡൽ ഫോംഡ് ബൈ മന്നത്ത് പത്മനാഭൻ ആൻഡ് ആർ ശങ്കർ. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച ഹിന്ദു മഹാമണ്ഡലത്തിനെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. ഹി ടുക്ക് ഇനിഷ്യേറ്റീവ് ബിഗിൻ യുക്തിവാദി ജേണൽ. കെ രാമവർമ്മ തമ്പാനോടൊപ്പം ചേർന്ന് യുക്തിവാദി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും ഇതിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റുകളാണ് ശരി എന്ന് ചോദിച്ചാൽ ഇൻ 1933 അദ്ദേഹം സ്ഥാപിച്ചു തന്നെയാണ് വേലക്കാരൻ. അതിൽ യാതൊരു തർക്കവും നമുക്കില്ല. അടുത്തത്, ഈ കൊച്ചിൻ പ്രജാമണ്ഡലത്തിലും അദ്ദേഹം എന്തായിട്ടുണ്ടായിരുന്നു, അംഗമായിട്ടുള്ള വ്യക്തിയാണ്. ഹി ഫുള്ളി സപ്പോർട്ടഡ് ഹിന്ദു മഹാമണ്ഡൽ ഫോംഡ് ബൈ മന്നത്ത് പത്മനാഭൻ ആൻഡ് ആർ ശങ്കർ. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിക്കുന്ന ഹിന്ദു മഹാമണ്ഡലത്തിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അടുത്തത്, ഹി ടുക്ക് ഇനിഷ്യേറ്റീവ്, അതിന് വേണ്ട മുൻകൈ എടുത്തു. ഏതിന്? ഈ യുക്തിവാദി എന്ന് പറയുന്ന ആ ഒരു ജേണലിന് വേണ്ടിയിട്ട്. അപ്പൊ അതും നമ്മുടെ മുന്നിൽ എന്താണ്, ശരിയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? ഇപ്പോ 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. അപ്പൊ ഇത് ഏതാ നമ്മുടെ ഓപ്ഷൻ? സി അല്ലേ നമ്മുടെ ഓപ്ഷൻ? അപ്പൊ ഇവിടെ ഏതാണ്? സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരി എന്ന് നമുക്ക് അതിനുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബുക്ക് ഓഫ് വാഗ്ഭടാനന്ദ? വാഗ്ഭടാനന്ദന്റെ പുസ്തകമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ശിവയോഗവിലാസം അദ്ദേഹത്തിന്റെയാണ്. അഭിനവ കേരളം അദ്ദേഹമാണ്. ആത്മവിദ്യാകാഹളം അദ്ദേഹമാണ്. ദർശനമാല, ഉറപ്പല്ലേ? ദർശനമാല നമ്മൾ എത്രയോ പഠിച്ചതാ. ശ്രീനാരായണ ഗുരുവിന്റെ അല്ലേ ദർശനമാല? അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെയാണ് ദർശനമാല എങ്കിൽ വാഗ്ഭടാനന്ദനാണ് ശിവയോഗവിലാസം, അതുപോലെ തന്നെ അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെയാണ് ദർശനമാല. അപ്പൊ നോട്ട് എ ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇയേഴ്സ് എബൌട്ട് പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ അപ്പച്ചൻ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കുന്നു. അതില് സ്റ്റേറ്റ്മെന്റും ഈ പറയുന്ന വർഷവും എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. പുതിയ രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വന്നു തുടങ്ങി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു മാച്ചിങ് ഒക്കെ കുറച്ച് കാലമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. നോക്കാം. അപ്പച്ചൻ ജോയിഡ് ഇൻ സാധുജന പരിപാലന സംഘം ഓഫ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തില് അദ്ദേഹം എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ഓക്കെ. അടുത്തത്, PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അദ്ദേഹം എന്ത് ചെയ്തു, ആരംഭിച്ചു. ഹി വാസ് നോമിനേറ്റഡ് ടു ശ്രീമൂലം പ്രജാസഭ. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അപ്പൊ ഓർക്കുകയാണ്, അപ്പച്ചൻ ജോയിൻഡ് ഇൻ സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ ഇദ്ദേഹം ജോയിൻ ചെയ്ത വർഷം 1907 ആണ്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അതല്ലേ നമ്മുടെ ബി എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചേ. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അദ്ദേഹം ആരംഭിച്ചത് 1909 പിന്നെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് 1921 അപ്പോ എ എന്ന് പറയുന്നത് മാച്ച് ആവുന്നത് 1907 അപ്പൊ എ എക്സ് നമ്മളെന്താ 3 ആണ്. ദെൻ ബി എന്ന് പറയുന്നത് 1 സി എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടു, 2. അപ്പൊ A3 B1 C2 ഏത് ഓപ്ഷനാ ശരി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു ബി എന്ന ഓപ്ഷനാണ് അവിടെ ശരി വന്നിരിക്കുന്നത്. അപ്പോ ഇതാണ് പൊയ്കയിൽ അപ്പച്ചനും അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന ആ ഒരു ടൈം നമുക്ക് എന്ത് ചെയ്യാൻ, ആ ഒരു കാലഗണന നമുക്കൊന്ന് ക്ലിയർ ആക്കാൻ കിട്ടിയത്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് താഴെ തന്ന പ്രസ്താവനകളിൽ ശരി ഏത്, ശരിയായവ ഏതെല്ലാം? ഹി വാസ് എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ കേരള ദർപ്പണം ആൻഡ് മലയാളി. Ramakrishna Pilla severely attacked the autocratic policies of the Diwan P. Rajagopalachari.
ഇലക്ടഡ് വിത്തൗട്ട് കണ്ടസ്റ്റന്റ് ടു ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ഇൻ 1910. അപ്പൊ ഇതിലേതാണ് ശരി എന്ന് ചോദിച്ചാൽ അദ്ദേഹം കേരള ദർപ്പണം, മലയാളി എന്ന് പറയുന്ന പ്രസിദ്ധീകരണങ്ങളുടെ ന്യൂസ് പേപ്പറുകളുടെ എഡിറ്റർ ആയിരുന്നു എന്നുള്ളത് വളരെ ശരിയാണ്. ആദ്യത്തത് എന്താ പറഞ്ഞത്? നമ്മുടെ ദിവാൻ പി രാജഗോപാലാചാരി. ഈ ദിവാൻ പി രാജഗോപാലാചാരിയുടെ സ്വേച്ഛാധിപത്യപരമായ പല നിലപാടുകളെയും ഇദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. ശരിയാണല്ലോ? അല്ലെങ്കിൽ അതിനെ ആക്രമിക്കുന്ന നിലപാടായിരുന്നു ഇദ്ദേഹം എടുത്തിരുന്നത്. വളരെ ശരിയാണ്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പിന്നീട് നാട് കടത്തുന്ന കാര്യവും നമുക്കൊക്കെ അറിയാം അല്ലെ. എന്റെ നാട് കടത്തൽ എന്ന് പറയുന്ന ഒരു കൃതിയൊക്കെ എഴുതിയ സംഭവമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഹി വാസ് ഇലക്ടഡ് വിത്തൗട്ട് അല്ലെ. അദ്ദേഹത്തിന് എന്താ എരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നത് 1910. അപ്പൊ 1, 2, 3 പ്രസ്താവനകളും ശരിയാണ്. ആൾ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പോ ഡി ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ. ഡി എന്നുള്ള ഓപ്ഷൻ ആണ് ശരി. അടുത്തത് ഹൂ റോട്ട് ദ ഫേമസ്, നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളമായി കേട്ടിട്ടുള്ളതാ, ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറൻസ് എന്ന് വെച്ചാൽ തിരുവിതാംകൂറുകാർക്ക്. ഈ ഒരു ലഘുലേഖ ഏത് സമയത്താ? മലയാളി മെമ്മോറിയലിനോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ ഉയർന്നു വരുന്നത്. അപ്പോ അതാര് മുന്നോട്ട് വെച്ചതാണ് എന്നാണ് ചോദ്യം. വേറെ ആരുമല്ല, ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത്. ഈ ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഒരു സിമ്പിൾ ചോദ്യമാണ്, തിരുവിതാംകൂറുകാർക്ക് എന്ന് ചോദിച്ചാൽ വേറെ എങ്ങോട്ടേക്കും പോകണ്ട, ബാരിസ്റ്റർ GP പിള്ളയിലേക്ക് പോയാൽ മതി. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ആൻഡ് ദയർ ബുക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ A എന്നും 1, 2, 3, 4 എന്നും 2 ഭാഗമായിട്ട് തന്നിരിക്കുന്നു. ഇവരുടെ പുസ്തകങ്ങളെ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. അരബിന്ദോ ഘോഷ്, സുഭാഷ് ചന്ദ്രബോസ്, ബാൽ ഗംഗാധര തിലക്, ജവഹർലാൽ നെഹ്റു അല്ലെ. അപ്പോ ഇതിൽ ഓരോരുത്തരുടെയും പുസ്തകം. അരബിന്ദോ ഘോഷിന്റെ കാര്യം നമുക്ക് എടുക്കാം. അരബിന്ദോ ഘോഷ് വിപ്ലവകാരിയായ സന്യാസി, പോണ്ടിച്ചേരിയിലെ സന്യാസി എന്നെല്ലാം അറിയപ്പെടുന്ന അരബിന്ദോ ഘോഷ് താമരയും കഠാരയും എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം ഒരു ആത്മീയ പാതയിലേക്ക് വന്ന വ്യക്തി. ഈ അരബിന്ദോ ഘോഷ് ആത്മകഥ എഴുതി. അതിന്റെ പേര് ലൈഫ് ഡിവൈൻ എന്നാണ്. അപ്പൊ അരബിന്ദോ ഘോഷിന്റെ ആത്മകഥ എന്താ? ലൈഫ് ഡിവൈൻ. ഓക്കെ. ഇനി ഡിവൈൻ ലൈഫ് എന്ന് മറ്റൊരു പുസ്തകമുണ്ട്. അത് സ്വാമി ശിവാനന്ദ എഴുതിയ പുസ്തകമാണെന്ന് ഡിവൈൻ ലൈഫ് എന്ന് പറയുന്നത്. പോട്ടെ. അപ്പൊ അരബിന്ദ ഘോഷ് എന്താണ്? ദ ലൈഫ് ഡിവൈൻസ്. അപ്പൊ A എന്നുള്ളത് നമ്മൾ 3 എന്ന ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്തു. സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യത്തിലേക്ക് വന്നാലോ? ദ ഇന്ത്യൻ സ്ട്രഗിൾ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ. അപ്പൊ B എന്ന് കണ്ടാൽ 4. സുഭാഷ് ചന്ദ്രബോസ് ദ ഇന്ത്യൻ സ്ട്രഗിൾ, അദ്ദേഹം ആദ്യം എഴുതിയ ആത്മകഥ അത് പൂർത്തിയാക്കി. ആൻഡ് ഇന്ത്യൻ പിൽഗ്രീം, ആ ആത്മകഥ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അദ്ദേഹം 45-ലെ വിമാനാപകടത്തിൽ കാണാതാവുന്നു. ശേഷം അദ്ദേഹത്തിന്റെ മകൾ അനിത ബോസ് ആയിരുന്നു ആ ആത്മകഥ എന്ത് ചെയ്തത്? ആ ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്തത്. ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കിൽ എന്ന് പറയുന്ന കൃതി രചിച്ചതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. എമിലി ഷെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അവർക്കയച്ച കത്തുകൾ അല്ലെ. അപ്പോ ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രീം, ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കിൽ എന്നൊക്കെ കണ്ട ആരിലേക്ക് പോയി നമ്മള്? സുഭാഷ് ചന്ദ്രബോസ്. മൗലവി സിയാവുദ്ദീൻ എന്ന പേരിൽ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കടന്ന സുഭാഷ് ചന്ദ്രബോസ്. ഓർലാൻഡോ മസോട്ട എന്ന് ജർമ്മനിയിൽ അറിയപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. മൂന്നാമത്തേത് ബാൽ ഗംഗാധര തിലകൻ, അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തീവ്ര ദേശീയവാദിയായിട്ടുണ്ടായിരുന്ന നേതാവ് ബാലഗംഗാധര തിലകൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് നമുക്കറിയാം ഗീതാ രഹസ്യം, ഭഗവത്ഗീത രഹസ്യം. ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഗീതാ രഹസ്യം. അപ്പോ A എന്ന് പറഞ്ഞാൽ 3, B 4, C 1. പിന്നെ ഉള്ളത് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എന്നതാണ് ആ പുസ്തകം. അപ്പോ A 3, B 4, C 1, D 2. അപ്പോ അത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ കിട്ടും. A 3, B 4, C 1, D 2. അപ്പോ അതേതാണ്? B ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് നമുക്ക് ഓർമ്മയിൽ വെക്കാം. Consider the following events in Indian freedom movement and chronologically arrange. Which is the correct chronological arranged option? താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അത് നടന്ന വർഷങ്ങളുടെ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും? ദ ക്രിപ്സ് മിഷൻ, ദ INA captured ഇംഫാൽ ആൻഡ് കൊഹിമ, ദ ഓഗസ്റ്റ് ഓഫർ, ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പൊ ആദ്യത്തേത് ക്രിപ്സ് മിഷൻ അല്ലെ. ഈ ക്രിപ്സ് മിഷൻ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് ഓർമ്മയിൽ വരണം, ക്രിപ്സ് മിഷൻ എന്നാണ്, അല്ലെങ്കിൽ ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ട് ഏത് വർഷമാണ് നമ്മൾ നോക്കേണ്ടത്. ക്രിപ്സ് മിഷൻ എന്ന് കണ്ടാൽ നമ്മൾ ഓർക്കുന്നു 1942
മാർച്ച് മാസമാണ് ക്രിപ്സ് മിഷൻ. ഒരു സംശയവുമില്ലേ? 42 മാർച്ച് മാസം. ഇനി INA ക്യാപ്ചേർഡ് ഇംഫാൽ ആൻഡ് കൊഹിമ. ഇന്ത്യൻ നാഷണൽ ആർമി രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ കൊഹിമ അതുപോലെ ഇംഫാലൊക്കെ പിടിച്ചടക്കി. അത് വർഷം 1944. അതിനുശേഷം ഓഗസ്റ്റ് ഓഫർ എപ്പോഴാ? ലില്ലിംഗ്തോ പ്രഭു മുന്നോട്ട് വെച്ച ഓഗസ്റ്റ് ഓഫർ, അത് 1940 ഓഗസ്റ്റ് ഓഫർ. ദെൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ 1942 ഓഗസ്റ്റിലല്ലേ, ഓഗസ്റ്റ് 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട്. അപ്പൊ ഇതിന്റെ ക്രമത്തിൽ നോക്കിയേ, ഏറ്റവും ആദ്യം നമുക്ക് കിട്ടിയത് ഏതാ? ഓഗസ്റ്റ് ഓഫർ അല്ലേ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷനല്ലേ നമുക്ക് ആദ്യം കിട്ടേണ്ടത്. ശരി, അതിനുശേഷം 42 2 ക്രിപ്സ് മിഷൻ അല്ലേ നമുക്ക് ആദ്യം വരേണ്ടത്. എന്ന് പറഞ്ഞാൽ 1 വന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലേ അടുത്തതായിട്ട് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ 4 then 2. ശരിയാണേ? അപ്പൊ നോക്കിയേ, എങ്ങനെയാ ഓപ്ഷൻ? 3 1 4 2 3 1 4 2. അപ്പൊ ഓപ്ഷൻ ഏതാ? ഡി ഓപ്ഷൻ ആണ് എക്സാക്ട്. എ നോട്ടബിൾ എപ്പിസോഡ് വിച്ച് അട്രാക്റ്റഡ് ദ അറ്റൻഷൻ ഓഫ് ദ ഹോൾ കൺട്രി ഇൻ കണക്ഷൻ വിത്ത് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ദ അറസ്റ്റ് ആൻഡ് ട്രയൽ ഓഫ് മിസിസ് LS പ്രഭു ഓഫ് ടെല്ലിച്ചേരി, തലശ്ശേരി. ദിസ് ഇൻസിഡന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. തലശ്ശേരിയിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി മിസിസ് LS പ്രഭു എന്ന് പറഞ്ഞാൽ ഓർക്കുക, മിസ്റ്റർ LSS പ്രഭു, LS പ്രഭു എന്നാണ് തന്നിട്ടുള്ളത്, LSS പ്രഭു എന്നാണ് രേഖകളിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ പത്നി മിസിസ് LS പ്രഭു അഥവാ കോമള ഭായ് എന്നാണ് അവര് അറിയപ്പെടുന്നത്. ഇവര് രണ്ടുപേരെയും ഏതോ ഒരു സംഭവത്തിന്, ഇതിലിപ്പോ നമ്മളോട് പറഞ്ഞത് മിസിസ് LS പ്രഭു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ കുറിച്ചിട്ട്. അപ്പോ ഇവരെ ഏതോ ഒരു സംഭവത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരുടെ അറസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ വിചാരണയൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് ആ ഒരു രാഷ്ട്രത്തിന്റെ ശ്രദ്ധ പതിപ്പിച്ച ഒരു സംഭവമാണ്. തലശ്ശേരിയിലാണ് ഇവര് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തലശ്ശേരിയിൽ വന്ന ഈ സംഭവം ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്തിന്റെയാണെന്ന് ചോദിച്ചാൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അപ്പോ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തലശ്ശേരിയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വ്യക്തികളാണ് ഇവര്. സ്ത്രീകൾക്കിടയിലായിരുന്നു ഈ മിസിസ് LS പ്രഭു തന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചിരുന്നത്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ് പറയുന്നത്. അപ്പൊ അത് മറക്കണ്ട, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. അപ്പൊ അത് തലശ്ശേരിയിൽ നടന്ന ഒരു സംഭവമാണ് എന്നൊന്ന് ഓർമ്മയിൽ വെക്കുന്നു. അടുത്തത്, ദ റെവല്യൂഷണറി ലാലാ ഹർദയാൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് HSRI. എന്ത് HSRI? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെ. നമ്മൾ ഭഗത് സിംഗിന്റെ പേരുമായൊക്കെ ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള സംഘടന. ആലിപ്പൂർ കോൺസ്പിറൻസി, അലിപ്പൂർ ഗൂഢാലോചന, ഗദ്ദാർ പാർട്ടി, ലാഹോർ ഗൂഢാലോചന. ലാലാ ഹർദയാൽ എന്ന് കേട്ടാ വേറെ ഒന്നും പറയണ്ടല്ലോ. ഏതാ? ഗദ്ദാർ പാർട്ടി അല്ലേ ലാലാ ഹർദയാൽ. അപ്പോ ഈ ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാൽ ലാലാ ഹർദയാൽ. 10ാമത്തേത്, ദ സെക്കൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബദറുദ്ദീൻ തയാബ്ജി, ജോർജ് യൂൾ, ദദാഭായ് നവറോജി, ആനി ബസന്റ്. ഇതിലാരാണ് നമ്മൾ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ബോംബെയിലെ ഗോകുൽത്ത തേജ്പാൽ സംസ്കൃത കോളേജിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടുത്തെ അതിന്റെ ആദ്യത്തെ അധ്യക്ഷനാര് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു WC ബാനർജി എന്ന് നമ്മൾ പറയുന്നു. രണ്ടാമതായിട്ട് INCയുടെ മീറ്റിംഗ് 1886 കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വേറെ ആരുമല്ല, അത് ദാദാഭായ് നവറോജിയാണ് എന്ന് നമ്മൾ പറയും അല്ലെ. മൂന്നാമത്തേത് നടക്കുന്നത് മദ്രാസില, ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന INCയുടെ ആദ്യ സെഷൻ. അതാരുമല്ല, അത് നമ്മൾ പറഞ്ഞു മറ്റാരുമല്ല, ബദറുദ്ദീൻ തയാബ്ജി. INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ബദറുദ്ദീൻ തയാബ്ജി. അപ്പൊ നമ്മളോട് ചോദിച്ചത് സെക്കൻഡ് പ്രസിഡന്റ് ആരിലേക്ക് വന്നു? സി ഓപ്ഷനിലേക്ക് വന്നു. ഒരു സംശയവുമില്ല, ദാദാഭായ് നവറോജി. വിച്ച് ഈസ് ദ ഇൻഡിജിനിയസ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ? ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ successfully conducted flight tests recently by DRDO, Defense Research and Development Organizationും ഇന്ത്യൻ എയർഫോഴ്സും സംയുക്തമായി ഒരു മിസൈലിന്റെ പരീക്ഷണം കണ്ടക്ട് ചെയ്തു.
അത് പൂർണ്ണമായും വിജയിച്ചു. ആ മിസൈലിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. ആ മിസൈലിന്റെ പേര് അസ്ത്ര എന്നാണ്. ഓക്കെ, അപ്പൊ എയർ ടു എയർ മിസൈൽ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന്, ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് തൊടുക്കാൻ സാധിക്കുന്ന ആ ഒരു മിസൈല് റീസെന്റ് ഏതാണ് പരീക്ഷിച്ചത്, വിജയിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ പേര് അസ്ത്ര എന്നാണ്. ഇതില് ഈ നാഗ് അതുപോലെ ബ്രഹ്മോസ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ അസ്ത്രയാണ് നമ്മുടെ ഓപ്ഷൻ. ഇനി ബ്രഹ്മോസ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര എന്നും അതുപോലെ റഷ്യയിലെ മോസ്ക്വ എന്ന് പറയുന്ന നദികളുടെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ പറയുന്ന ബ്രഹ്മോസ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് നമ്മൾ കണ്ടു. ആ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മിസൈൽ ആയിരുന്നു ഏത്, ഈ പറഞ്ഞ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ. അപ്പൊ നമ്മളും റഷ്യയും സംയുക്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇനി വരുന്ന എക്സാമുകളിലും നമ്മൾ ധാരാളമായിട്ട് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ടെറർ അറ്റാക്ക്, അതുപോലെ നമ്മൾ ഒരു S-400 എന്ന പേരിലുള്ള നമ്മളൊരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു മിസൈൽ, അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിന്റെ അയൺ ഡോം പോലെ നമ്മളേക്ക് വരുന്ന, ആകാശത്തുകൂടെ വരുന്ന ഏത് ഒബ്ജക്ട്സിനെയും നമുക്ക് തകർക്കാൻ സാധിക്കുന്ന നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഏത്, ഈ പറയുന്ന S-400. ഈ S-400നെ നമ്മൾ ഇന്ത്യയിൽ, ഇത് റഷ്യയിൽ നിന്ന് നമുക്ക് വാങ്ങിയതാണ്, ഇന്ത്യയിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് സുദർശൻ ചക്ര എന്നാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് എന്നൊക്കെ ഒന്ന് ഓർക്കുക. ഈ നാഗ് എന്ന് പറഞ്ഞാൽ അതൊരു ആന്റി ടാങ്ക് മിസൈലാണ്. ടാങ്കുകൾക്കെതിരെ ഉപയോഗിക്കുന്ന മിസൈലാണ് നാഗ്. അഗ്നി 5 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നിയൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ, അസ്ത്രയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മയിലേക്ക് വെച്ചു. Which national park in Kerala has emerged as the highest scoring individual protected area in the management effectiveness evaluation carried out by Union Ministry of Environment, Forest and Climate Change? കേന്ദ്ര വനം വന്യജീവി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ഒരു നാഷണൽ പാർക്കിന് ഒരു റെക്കോർഡ് കിട്ടി ആസ് ദ ഹയസ്റ്റ് സ്കോറിംഗ് ഇൻഡിവിജ്വൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇൻ ദ മാനേജ്മെന്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ. അപ്പൊ അത് പ്രകാരം കേരളത്തില് ആ പദവിയിലേക്ക് അല്ലെങ്കിൽ ആ സ്കോറിംഗിൽ മുന്നിലെത്തിയ നാഷണൽ പാർക്ക് ഏതാണെന്നാണ് ചോദ്യം. അപ്പോ കേരളത്തിലെ ഏത് നാഷണൽ പാർക്കാ? സൈലന്റ് വാലി അല്ല, ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവുമില്ല, സൈലന്റ് വാലി മാത്രമേ നമ്മൾ പാലക്കാട് പറയുള്ളൂ. ബാക്കി ഏത് ചോദിച്ചാലും എന്താ, ഇടുക്കിയിലാണ്. അത് കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്ന ഒരു ചോദ്യമാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഇരവികുളം. വേർ ഈസ് ദ ഫേമസ് ഹിൽ സ്റ്റേഷൻ മൗണ്ട് അബു? രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷന്റെ പേരാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. അപ്പൊ ഈ മൗണ്ട് അബു എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് പറയാം, രാജസ്ഥാനിലാണെന്ത് മൗണ്ട് അബു. നമ്മൾ ആരവല്ലി മലനിരകൾ എന്നൊക്കെ കേട്ട് പരിചയമുണ്ടല്ലോ അല്ലെ, അവിടെയാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. പ്രസന്റ് ചെയർമാൻ ഓഫ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. മുമ്പ് S സോമനാഥ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ, S സോമനാഥ് മലയാളിയായിരുന്നു, ആ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട്. ഈ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇദ്ദേഹം തമിഴ്നാട്ടില് കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലം, ഈ കന്യാകുമാരിയില് മേലേക്കാട്ടുവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. മീൻസ് ഇദ്ദേഹം മലയാളിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മലയാളമൊക്കെ നന്നായിട്ട് അറിയും അദ്ദേഹം, പക്ഷേ മലയാളിയല്ല, ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ വി നാരായണനാണ് എന്നുകൂടി നമ്മൾ ഓർമ്മയിൽ വെച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ 15 ചോദ്യം ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മെത്തഡോളജി ഭാഗമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെത്തഡോളജിയും ജോഗ്രഫിയും ഒക്കെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, താഴെ പറയുന്ന വിവരണങ്ങളിൽ പരാമർശിക്കുന്ന വ്യക്തി ആര്? ശങ്കരൻ കുമാരത്ത് പാറന്റെയും പൂവത്തുകടവിൽ ഉണ്ണൂലിയുടെയും മകൻ. ചെറുപ്പത്തിൽ തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികളെ അദ്ദേഹം എതിർത്തു. തത്വചിന്ത ഒരു ഐച്ഛിക വിഷയമായി പഠിച്ചെങ്കിലും പത്രപ്രവർത്തനവും ബാങ്കിങ്ങും ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വിഷയങ്ങൾ. മലബാറിലെ ഐത്തത്തിനെതിരെ രാരു എന്ന തൂലികാനാമത്തിൽ എന്റെ ഉത്തരക്കടലാസ് എന്ന ലേഖനം ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം ഒരു അഭിഭാഷകനായി പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്ന വ്യക്തിയാണ്. അപ്പോ ഇതാരെക്കുറിച്ചാ? മൂർക്കോത്തു കുമാരൻ, C കൃഷ്ണൻ, CV കുഞ്ഞിരാമൻ, സഹോദരൻ അയ്യപ്പൻ. അപ്പൊ നിങ്ങൾ C കൃഷ്ണൻ അഥവാ മിതവാദി കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? മിതവാദി എന്ന് പറയുന്ന ആ ഒരു മാസികയെല്ലാം പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദി കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര് പാറൻ എന്നും ഉണ്ണൂലി എന്നുമാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര്.
അദ്ദേഹം സമൂഹത്തിൽ നിലനിന്നിരുന്ന പല അനീതികളെയും ചെറുപ്പത്തിൽ തന്നെ എതിർത്തിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ബാങ്കറാണോ എന്ന് ചോദിച്ചാൽ ബാങ്കറാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആണ്. അങ്ങനെ ധാരാളം പത്രപ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ധാരാളം വിശേഷണങ്ങൾക്ക് അനുയോജ്യനായ വ്യക്തിയാണ്. സി കൃഷ്ണനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അത് ആൻസർ ആരാ? സി കൃഷ്ണനാണ് എന്ന് ഓർക്കുക. കേരളത്തിലെ പ്രമുഖ വനിതകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അക്കാമ ചെറിയാനും റോസമ്മ പുന്നൂസും കേരള രാഷ്ട്രീയത്തിലെ പ്രശസ്തരായ സഹോദരിമാരായിരുന്നു. തിരുക്കൊച്ചിയിലെ ആദ്യ വനിതാ മന്ത്രി ആനി മസ്രീൻ ആയിരുന്നു. തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ വനിത അന്ന ചാണ്ടിയാണ്. എം ഹലീമ ബീവിയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ ഒരു മാസികയായിരുന്നു ഭാരത ചന്ദ്രിക. ഇതിലേതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അക്കാമ ചെറിയാനും റോസമ്മ പുന്നൂസും കേരള രാഷ്ട്രീയത്തിലെ പ്രശസ്തരായ സഹോദരിമാരായിരുന്നു. ശരിയാണ്. അക്കാമ ചെറിയാനും റോസമ്മ പുന്നൂസും കേരള രാഷ്ട്രീയത്തിൽ ഇവരെന്താണ്? സിസ്റ്റേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. തിരുക്കൊച്ചിയിലെ ആദ്യ വനിതാ മന്ത്രി ആനി മസ്രീൻ. തിരുവിതാംകൂറിൽ നിയമബിരുദം നേടിയ ആദ്യ വനിത അന്ന ചാണ്ടി. അടുത്തതായിരിക്കും നമുക്ക് അത്ര കേട്ട് പരിചയമില്ലാത്തൊരു പേര്. എം ഹലീമ ബീവിയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ ഒരു മാസികയായിരുന്നു ഭാരത ചന്ദ്രിക. എം ഹലീമ ബീവി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് ഈ എം ഹലീമ ബീവി ജനിക്കുന്നത്. തിരുവല്ല കൗൺസിലറൊക്കെ ആയിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ ഹലീമ ബീവി. ഇവര് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് അതുപോലെയുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവര് പ്രധാനപ്പെട്ട ഒരു 2-3 മാസികകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്നിന്റെ പേര് വനിത എന്നാണ് ഇവരുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര്. ഒരു പ്രസിദ്ധീകരണത്തിന്റെ പേര് എന്താണ്? വനിത എന്നാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ അവർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണത്തിന്റെ പേര് ഭാരത ചന്ദ്രിക എന്നാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഭാരത ചന്ദ്രിക എന്ന് പറയുന്ന ഒരു മാസിക അവർ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തിറക്കിയിട്ടുണ്ട്. അത് ആദ്യം ഒരു വീക്ക്ലി ആയിട്ടായിരുന്നു ഇറക്കിയിരുന്നത്. പിന്നെ അതൊരു ഡെയിലി ആക്കുന്ന പ്രവർത്തനമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോ വനിത, ഭാരത വനിത, ഭാരത ചന്ദ്രിക, ആധുനിക വനിത, ഓക്കെ, ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ പുറത്തിറക്കിയത് ആരായിരുന്നു? ഈ ഹലീമ ബീവി ആയിരുന്നു. അപ്പൊ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താം. അപ്പൊ ഈ ഹലീമ ബീവിയുടെ കാര്യമൊക്കെ ഓർമ്മയിൽ വെച്ചോളണം. അവർ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈ ഹലീമ ബീവി എന്ന് പറയുന്നത്. ലഭിച്ച ശാസനങ്ങളുടെ എണ്ണക്കൂടുതലും 43 വിഭാഗം 630 വരികൾ. വിഷയത്തിന്റെ പ്രത്യേകതയും കാരണം. ചരിത്രകാരനായ MGS നാരായണൻ മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് വിശേഷിപ്പിച്ചത്, അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം എന്ന് വിശേഷിപ്പിച്ചത് ഇതിലേതോ ഒരു ശാസനത്തിനെയാണ്. തിരുവല്ല ചെപ്പേടിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്? തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് തിരുവല്ല ചെപ്പേട്. അപ്പൊ ആ തിരുവല്ല ചെപ്പേടിനാണ് അങ്ങനെ ഒരു വിശേഷണം ഉള്ളത്. 24ാമത്തേത്, കേരളത്തിലെ അധിനിവേശ ശക്തികൾക്കെതിരായ സമരങ്ങളുടെ ചരിത്രത്തിലെ താഴെ പറയുന്ന സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രതിഷേധമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ശരിയാണോ തെറ്റാണോ? ഒരു സംശയമില്ലാതെ നമ്മൾ പറഞ്ഞു ശരിയാണ്. അപ്പോ അതല്ല തെറ്റായ പ്രസ്താവന എന്ന് ഉറപ്പിച്ചു. പ്ലാക്കച്ചന്തു, ആയിരം വീട്ടിൽ കൊന്തപ്പൻ എന്നിവർ കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകി. കുറിച്യ ലഹള 1812 നടന്നതാണ്, നമുക്കറിയാം, വയനാട്ടില്, അല്ലെ? അപ്പൊ അതും ശരിയാണ്. തിരുവിതാംകൂർ സംസ്ഥാനം ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചപ്പോൾ വേലുത്തമ്പി ദളവയായിരുന്നു ദളവ. ശരിയാണ്. 1809 വരെ അദ്ദേഹം തന്നെയാണല്ലോ വേലുത്തമ്പി ദളവ. ശരിയാണ്. പഴശ്ശിരാജയുടെ ജീവിതം വിവരിക്കുന്ന കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് ചരിത്രകാരനായ KN പണിക്കരാണ്. ആണോ? KN പണിക്കരാണോ എഴുതിയേ? അല്ല, KM പണിക്കരാണ് എഴുതിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇനീഷ്യൽ ഒരു ഒറ്റ സംഭവം മാറിയുള്ളൂ, പക്ഷെ ആൻസർ മാറിയില്ലേ? അപ്പൊ KM പണിക്കരാണ് കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത്, മറിച്ച് KN പണിക്കരല്ല. അപ്പൊ തെറ്റായത് എന്ന് ചോദിച്ചാൽ ഏത് പറഞ്ഞു? നമ്മള് D എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു. അടുത്തത്, സംഘകാലഘട്ടത്തെ കുറിച്ച് ചില വിവരങ്ങൾ തമിഴ് ഇതിഹാസങ്ങളെ അടിസ്ഥാനമാക്കി താഴെ നൽകുന്നു. തെറ്റായത്, വീണ്ടും തെറ്റായതാ ചോദിച്ചേ. പുറനാനൂറ്, അകനാനൂറ്, പതിറ്റുപ്പത്ത്, തൊൽക്കാപ്പിയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ച സ്ത്രീ കവികളിൽ പ്രമുഖ ഔവയാർ. ശരിയാണോ? ഔവയാർ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കവി എന്ന് പറയുന്നത് ആരാ? ഔവയാർ. ഐന്തിണകളിൽ ഒന്നായ നെയ്തൽ തീരപ്രദേശമാണ്. ഐന്തിണ
നെയ്തൽ എന്നും മുല്ല എന്നും കുറിഞ്ചി എന്നും പാലൈ എന്നും മരുതം എന്നും നെയ്തൽ എന്നും ഒക്കെ നമ്മൾ പറയുന്ന ഐന്തിണകൾ സംഘകാലഘട്ടത്തിൽ ഭൂമിയുടെ പ്രത്യേകത അനുസരിച്ചൊക്കെ നമ്മൾ ഈ തിണ സങ്കല്പം ഒക്കെ വരുന്നുണ്ട്. മരുതം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയായിരുന്നു എന്നും, നെയ്തൽ എന്ന് പറഞ്ഞാൽ കടൽ തീരമായിരുന്നു എന്നും, കുറിഞ്ചി എന്ന് പറഞ്ഞാൽ മലനിരകളുടെ ഭാഗമായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ. അപ്പൊ നെയ്തലിനെ കുറിച്ചാ ചോദ്യം. നെയ്തൽ എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, തീരപ്രദേശമാണ് നെയ്തൽ എന്ന് പറയുന്നത്. സംഘകാല കവി കണ്ണനാരുടെ അഭിപ്രായത്തിൽ കടമ്പരുടെ സഹായികളായ യവനരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ രാജാവാണ് നെടുംചേരലാതൻ. യവനരെ തോൽപ്പിച്ചത് നെടുംചേരലാതനാണ്, ഒരു സംശയവും വേണ്ട. യവനരെ തോൽപ്പിച്ചതാരാ? നെടുംചേരലാതൻ. അടുത്തത്, ചേര രാജാവായ ഉദിയൻ ചേരലാതൻ തന്റെ ആസ്ഥാന കവിയായ പരനർക്ക് ഉമ്പർക്കാട് ആനമല പ്രദേശം സമ്മാനമായി നൽകി. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഈ പരനർ എന്ന് പറയുന്നത് ഒരു കവിയായിരുന്നു. ഈ കവിക്ക് ഉമ്പർക്കാട് ആനമല പ്രദേശവും ആ പ്രദേശത്തെ വരുമാനവും ഒരു രാജാവ് എന്ത് ചെയ്യുകയാണ്? സമ്മാനമായി നൽകുകയാണ്. പക്ഷെ അത് നൽകിയത് ആരല്ല? ഉദിയൻ ചേരലാതൻ എന്ന് പറയുന്ന ആളല്ല. അത് നൽകിയ ആള് ചേരൻ ചെങ്കുട്ടുവനാണ് അത് നൽകിയിട്ടുള്ളത്. ചേരൻ ചെങ്കുട്ടുവൻ. അപ്പോ ചേരൻ ചെങ്കുട്ടനുമാണ് നൽകിയത്, മറിച്ച് ആരല്ല? ഈ ഉദിയൻ ചേരലാതനാണോ? അദ്ദേഹമല്ല. അപ്പൊ ഡി എന്ന ഓപ്ഷനല്ലേ ശരി? ശരി. അപ്പൊ എന്ത് നമ്മൾ ഓപ്ഷൻ പഠിച്ചു? ഡി എന്നതാണ് ശരി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. മധ്യകാല മുസ്ലിം ഭരണാധികാരികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകുന്നു. ഏത് പ്രസ്താവന ഓർ പ്രസ്താവനകളാണ് ശരി? തബഖത്ത് ഇ നസീരി എന്ന പുസ്തകത്തിന്റെ രചയിതാവായ മിൻഹാജ് ഉസ് സിറാജ് ഇൽത്തുമിഷ് സ്ഥാപിച്ച നസ്രിയ മദ്രസയുടെ പ്രിൻസിപ്പളായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയായ ഇൽത്തുമിഷ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു മദ്രസ സ്ഥാപിച്ചു. നസീറിയ ഇ മദ്രസ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്, നസ്രിയ മദ്രസ. അപ്പൊ എന്തിനാണ് ഇൽത്തുമിഷ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഇൽത്തുമിഷിന്റെ മകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് നസ്രിയ മഹ്മൂദ് എന്നാണ്. നസ്രിയ മഹ്മൂദ് അദ്ദേഹം മരിച്ചു. അപ്പൊ ഈ നസ്രിയ മഹ്മൂദിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ഇദ്ദേഹം സ്ഥാപിച്ച മദ്രസയാണ് നസ്രിയ മദ്രസ എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് കുറെ കാലം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റില് മിൻഹാജ് ഉസ് സിറാജ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് തബഖത്ത് ഇ നസീരി എന്ന് പറയുന്നത്. അപ്പൊ അത് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. പ്രശസ്തമായ മദ്രസ 1472 ബിദാർ കേന്ദ്രമാക്കി പേർഷ്യൻ ജനറലായ മഹ്മൂദ് ഗവാൻ സ്ഥാപിച്ചു. അപ്പോ രണ്ടാമത്തെ ആളാണ് മഹ്മൂദ് ഗവാൻ എന്ന് പറയുന്ന ആള്. ഇത് സൗത്തിലേക്കുള്ളതാ. ഇത് നമ്മൾ പറഞ്ഞു ഡൽഹിയിലാണ്. സൗത്തിലെ ബിദാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടകയിലെ ബിദാർ. അവിടെ ഈ ബാമിനി രാജവംശം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ ബാമിനി വംശത്തിലെ അവരുടെ മിനിസ്റ്റർ സ്ഥാനത്തുണ്ടായിരുന്ന ജനറൽ ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ആര്? മഹ്മൂദ് ഗവാൻ. അദ്ദേഹവും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മദ്രസ, മതപഠനശാല സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇൽത്തുമിഷിന്റെ കാര്യവും ശരിയാണ്, മീൻസ് അടുത്തത് മഹ്മൂദ് ഗവാന്റെ കാര്യവും ശരിയാണ്. അതായത് 1, 2 എന്നീ പ്രസ്താവനകൾ, 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർണാടകയിൽ നിന്ന് കണ്ടെത്തിയ മാസ്കി ശാസനത്തിൽ ബുദ്ധശാക്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന മൗര്യ രാജാവ് ആരാണ്? കർണാടകയിൽ കണ്ടെത്തിയ ഒരു ശാസനം മാസ്കി ശാസനം എന്ന് പറയും. കർണാടകയിലെ റായ്ചൂർ ജില്ലയിൽ നിന്നാണ് നമുക്ക് ഈ മാസ്കി ശാസനം ലഭ്യമാകുന്നത്. ഈ മാസ്കി ശാസനത്തിൽ ഇതുപോലെ എന്താ വിളിച്ചേ? ആ ഒരു വാക്ക് നോക്കിയേ നിങ്ങൾ, ബുദ്ധശാക്യ എന്നാണ് വാക്ക്. ഈ ബുദ്ധശാക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അശോകനെയാണ് ബുദ്ധശാക്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അശോകൻ ഇങ്ങനെ മാത്രമല്ലല്ലോ, മറ്റു നമ്മൾ കേട്ടിട്ടില്ലേ ഇതേ ശാസനങ്ങളിൽ നിന്ന് തന്നെ എന്താ പറയുന്നത്? ദേവനാം പ്രിയദർശിനി എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ടൈറ്റില് അല്ലെ. അപ്പോ അശോകനെയാണ് എങ്ങനെ വിളിക്കുന്നത്? ഇതേപോലെ ബുദ്ധശാക്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നൊന്ന് ഓർമ്മയിൽ വെക്കുന്നു. അടുത്തത്, താഴെ പറയുന്ന സംഭവങ്ങളുടെ കാലഗണന പരിശോധിച്ച് ശരിയായത് തെരഞ്ഞെടുക്കുക. S.A. ഡാങ്കയുടെ പത്രാധിപത്യത്തിൽ എഡിറ്ററായിട്ട് ആദ്യത്തെ സോഷ്യലിസ്റ്റ് വാരികയായ ദ സോഷ്യലിസ്റ്റ് ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. ചൗരി ചൗര ഗ്രാമത്തിൽ നിസ്സരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനം അക്രമാസക്തമാകുന്നു. പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുന്നു. കാൺപൂരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ബർദോളിയിൽ കർഷക സമരം ആരംഭിക്കുന്നു. അപ്പോൾ ഇതിന്റെ ക്രമമാണ് ചോദിക്കുന്നത്. ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്താ? ദ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം
ഡാങ്കയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. എവിടെ നിന്നെന്നാണ് നമ്മൾ പറഞ്ഞേ? അത് പ്രസിദ്ധീകരിക്കുന്നത് ബോംബെയിൽ നിന്നാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോ ഇത് ഏത് വർഷത്തിലാ എന്ന് ചോദിച്ചാൽ ഓർക്കുക, 1922 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സംഭവം. ഏത് സംഭവം? ഡാങ്കയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ നിന്ന് ദ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. 2, ചൗരി ചൗര ഗ്രാമത്തിൽ നിസ്സരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1920 നിസ്സരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 22 ചൗരി ചൗര എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ചൗരി ചൗരയിൽ നടന്ന മാർച്ചിനെതിരെ പോലീസുകാർ ആക്രമിക്കുകയും അതേ രാത്രി ഈ പോലീസ് സ്റ്റേഷൻ നാട്ടുകാർ ആക്രമിക്കുകയും അതിൽ 22ഓളം പോലീസുകാർ വെന്തു മരിക്കുകയും ചെയ്ത സംഭവം. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിക്കാൻ കാരണമായ സംഭവം. അതേ തുടർന്നിട്ട് കോൺഗ്രസിൽ ഒരു വലിയ പ്രശ്നമുണ്ടാവാൻ, പിൻവലിച്ചുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമായ സംഭവം. ഈ ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലാണ്. ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമം. ഇത് 1922 ഫെബ്രുവരി 4 നടക്കുന്നത്. ഏത്? ചൗരി ചൗര സംഭവം 24 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. അടുത്തത് കാൺപൂരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് 1925 കാൺപൂർ കോൺഗ്രസ്, കാൺപൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കാൺപൂരിൽ വെച്ചാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. അവസാനത്തേത് എന്താ? ബർദോളി സത്യാഗ്രഹം. ഈ ബർദോളി സത്യാഗ്രഹം എപ്പോഴാ? 28 ബർദോളി സത്യാഗ്രഹം. അങ്ങനെയല്ലേ വല്ലഭായ് പട്ടേലിനെ നേതാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്ന സർദാർ എന്നുള്ള പദവിയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോ അതിന്റെ കാലഗണന നോക്കിയേ. ഈ ചൗരി ചൗര സംഭവം അല്ലേ ആദ്യത്തേത്? അപ്പൊ 2 എന്ന ഓപ്ഷൻ അല്ലേ ആദ്യം വരേണ്ടത്? ദെൻ വരേണ്ടത് ഏതാ? ഇതേ വർഷം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ഡാങ്കയുടെ സോഷ്യലിസ്റ്റ് അല്ലേ? അപ്പൊ 1 അല്ലേ? അപ്പൊ 2, 1. പിന്നെ ഏതിലേക്കാ വരണ്ടേ? കാൺപൂരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 3. ദെൻ ഏതിലേക്കാ വരണ്ടേ നമ്മള്? 4 എന്ന ഓപ്ഷൻ. അപ്പൊ 2, 1, 3, 4. അപ്പൊ ഏതാ ശരി? ബി എന്ന ഓപ്ഷൻ അല്ലേ ശരി? അപ്പോ ചൗരി ചൗര സംഭവവും ഡാങ്കയുടെ പ്രസിദ്ധീകരണവും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ വന്നു. അപ്പോ ബി എന്ന ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബി എന്ന ഓപ്ഷനാണ് ശരി. അടുത്തത്, ഒരു കവിയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് പറയുന്നു ഈ കവി ആരാണെന്ന് കണ്ടെത്തണം. കേസരി എ ബാലകൃഷ്ണ പിള്ളയുടെ സുഹൃത്തും കേസരി സദസ് എന്ന് വിളിക്കപ്പെടുന്ന സഹൃദയ സദസ്സിലെ അംഗവുമായ ഈ മലയാള കവി തിരുവിതാംകൂർ ദിവാൻ ഇ വാട്സന്റെ പത്രമാരണ നിയമത്തിനെതിരെ എഴുതി. അക്കാലത്ത് പല സമരക്കാരും ഈ വരികൾ മുദ്രാവാക്യമായി വിളിച്ചു. സത്യം നശിക്കുന്നു, പൊതുജനങ്ങളുടെ ദുരിതങ്ങൾ വെളിപ്പെടുത്തുന്ന പത്രങ്ങളെ കീറിയെറിയാൻ രാത്രിയിലെ 5ാം റെഗുലേഷൻ വന്നിരിക്കുന്നു. ഇത് ജനങ്ങളെ വഞ്ചിക്കുന്നു. ഈ കവി ആര്? ഓക്കെ, അപ്പോ നമ്മളൊന്ന് ആലോചിക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദിവാനായിട്ടുണ്ടായിരുന്ന M.E. വാട്സ് എന്ന് പറയുന്ന ആള് ഈ M.E. വാട്സ് കൊണ്ടുവരുന്ന പത്രമാരണ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മുദ്രാവാക്യം എഴുതുന്നതും ഈ പറഞ്ഞ പോലെ ഈ സൗഹൃദ സദസ്സിൽ അംഗമായതൊക്കെ ആരാണ്? ബോധേശ്വരനാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. കേരള ഗാനമൊക്കെ എഴുതിയ അതേ ബോധേശ്വരൻ തന്നെയാണ് ഇതിലുള്ള ആൻസർ. അപ്പൊ M.E. വാട്സിന്റെ ആ ഒരു നിയമത്തിനെതിരെയാണ് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചതും ഇങ്ങനെ കവിതകളൊക്കെ എഴുതിയതും എന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അടുത്തത്, ഗ്രീക്ക് റോമൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രീക്കുകാരും റോമക്കാരും ഉപയോഗിച്ചിരുന്ന 2 കൈപ്പിടികളുള്ള ഇടുങ്ങിയ കഴുത്തോടു കൂടിയ ഓവൽ ആകൃതിയിലുള്ള പാത്രങ്ങളെ ആംഫോറ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇതെന്താണ്? ഈ ആംഫോറ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കണ്ടെയ്നർ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന പാത്രങ്ങളാണ്. നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ചിത്രം വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ആംഫോറ എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് റോമക്കാർ ഉപയോഗിച്ചിരുന്ന പാത്രമാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരി എന്ന് പറയാം. റോമിന്റെ ചരിത്രം പറയുന്ന അബ് ഉർബെ കൊണ്ടിറ്റ എന്ന പുസ്തകം എഴുതിയത് ടൈറ്റസ് ലിവിയാണ്. ആരാണ് എഴുതിയത്? ടൈറ്റസ് ലിവി. ശരിയാണ്. അബ് ഉബെ കൊണ്ടിറ്റ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ടൈറ്റസ് ലിവിയാണ് എഴുതിയിട്ടുള്ളത്. ഗ്രീക്ക് വിശ്വാസം അനുസരിച്ച് ക്ലിയോ എന്ന് പറയുന്നത് ഗ്രീക്ക് ദേവതയാണ്. അവര് എന്തിന്റെ പ്രതീകം അല്ലെങ്കിൽ എന്തിന്റെ ദേവതയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചരിത്രത്തിന്റെ, ഹിസ്റ്ററിയുടെ ദേവതയായിട്ട് കണക്കാക്കുന്നത് ഗ്രീക്ക് വിശ്വാസം അനുസരിച്ച് ക്ലിയോയെയാണ് എന്നോർക്കുക. റോമൻ സമൂഹത്തിൽ പാട്രീഷ്യൻ, പ്ലബിയൻ എന്നിങ്ങനെ 2 വർഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഏതില്? റോമൻ സമൂഹത്തിൽ. അപ്പൊ ഈ പാട്രീഷ്യൻ എന്നും പ്ലബിയൻ എന്നും പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പഠിച്ചിട്ടുണ്ടായിരിക്കും. പാട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓണേഴ്സ് പോലെയുള്ള പ്രധാനപ്പെട്ട അപ്പർ ക്ലാസ് വിഭാഗങ്ങളാണ്.
മറ്റേ പ്ലബിയൻ എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാര്, കോമൺ ആൾക്കാര്, കർഷകര്, ഇവരൊക്കെയാണ് പ്ലബിയൻ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇതിൽ പറയുന്നു എല്ലാ പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. അപ്പൊ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിൽ എന്ത് പറയാവുന്നത് നമുക്ക് ശരി. അപ്പൊ ഇതെല്ലാം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ബുദ്ധ തത്വചിന്തയിലെ പ്രതീയ സമുത്പദ എന്ന ആശയത്തിന്റെ അർത്ഥം എന്ത്? പ്രതീയ സമുത്പദ എന്ന് പറയും ലോകത്തിലെ എല്ലാ സംഭവങ്ങളും കാരണങ്ങളാലും ഫലങ്ങളാലും ബന്ധപ്പെട്ടിരിക്കുന്നു. മരണം ഒരു തോന്നൽ മാത്രമാണ്. മനുഷ്യ ചിന്തകൾക്ക് അവസാനമില്ല. മനുഷ്യൻ അവന്റെ വിശ്വാസങ്ങളാൽ നയിക്കപ്പെടുന്നു. ഇതാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഈ പറയുന്ന പ്രതീയ സമുത്പാദ എന്ന് പറയുന്നത് ബുദ്ധ തത്വചിന്തയിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ എന്നാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറ്, വിശേഷിപ്പിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം ലോകത്തിൽ എല്ലാ സംഭവങ്ങളും കാരണങ്ങളും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഒരു ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അപ്പൊ ഇത് ബുദ്ധ തത്വചിന്തയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്, എ ആണ് എന്ന് മനസ്സിലാക്കുന്നു. നോവം ഓർഗാനം എന്ന കൃതി രചിച്ച ഇംഗ്ലീഷ് ചിന്തകനും ചരിത്രകാരനും ആര് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ആരാണ് നോവം ഓർഗാനം എന്ന് പറയുന്ന ഇത് എഴുതിയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെഴുതിയിട്ടുള്ളത്, നോവം ഓർഗാനം. ഫ്രാൻസിസ് ബേക്കൺ ആണ് നോവം ഓർഗാനം എഴുതിയിട്ടുള്ളത് എന്നാണ് വെച്ചാൽ തത്വചിന്ത ശാസ്ത്രമൊക്കെ ബന്ധപ്പെട്ട പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഫ്രാൻസിസ് ബേക്കൺ. ലോക ചരിത്രം എന്നത് മഹാന്മാരുടെ ജീവചരിത്രമാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കോട്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. അദ്ദേഹം അങ്ങനെയാ പറഞ്ഞേ, ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഈസ് ബട്ട് ദ ബയോഗ്രഫി ഓഫ് ഗ്രേറ്റ് മെൻ എന്നാണ് അദ്ദേഹം അതിനെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ പറഞ്ഞേ, ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഈസ് ബട്ട് ദ ബയോഗ്രഫി ഓഫ് ദ ഗ്രേറ്റ് മെൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ വാക്കല്ല, ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ഒരു കോട്സ് പറഞ്ഞത് എന്നാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. തോമസ് കാർലൈൻ ആണോ, ജോൺ സിലി ആണോ, ലോർഡ് ആക്ടൺ ആണോ, E.H. കാർ ആണോ? ആരാണ് ഇങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആരാ പറഞ്ഞേ, തോമസ് കാർലൈൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. തോമസ് കാർലൈൽ സേഗ് ഓഫ് ചെൽസിയ എന്ന് അറിയപ്പെടുന്നത്, ചെൽസിയയിലെ സന്യാസി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് ഈ തോമസ് കാർലൈൻ. അപ്പൊ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. 34ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് 1543 നടക്കാത്തത്? അപ്പൊ നടന്നത് ഏതാണെന്ന് നോക്കണം. ജ്യോതിശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസ് ഓൺ ദ റെവല്യൂഷൻസ് ഓഫ് ദി ഹെവൻലി ബോഡീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സൗരകേന്ദ്ര സിദ്ധാന്തം ഹെലിയോസെൻട്രിക് തിയറി അത് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഓർക്കുക, കോപ്പർനിക്കസ് ഈ പറഞ്ഞ പോലെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സൗരകേന്ദ്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചതും ഏതു വർഷത്തിൽ തന്നെയാണ്? 1543 ഇത് രണ്ടും അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. ന്യൂറംബർഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പുസ്തകത്തിന്റെ ഒക്കെ പ്രസിദ്ധീകരണവും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അടുത്തത് ആൻഡ്രൂ വെസാലിയസ് മനുഷ്യ ശരീരത്തിന്റെ ഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഓൺ ദി സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ ബോഡി, ഒരു അനാട്ടമിസ്റ്റ് ആയിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പ്രശസ്തനായ വ്യക്തിയാണ്. ആൻഡ്രൂ വെസാലിയസ് അനാട്ടമിസ്റ്റും കൂടി ആയിരുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പുസ്തകം, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷവും ഏത് തന്നെയാണ്? 1543 ആണ്. അടുത്തത് ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും ഗ്രീൻവിച്ച് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ശരിയാണ്, ഇംഗ്ലണ്ടും ട്രീറ്റി ഓഫ് ഗ്രീൻവിച്ച് എന്ന് നമ്മൾ വിളിക്കുന്നു. 1543 ജൂലൈ 1 ഒപ്പുവെച്ച കരാറ്. ജൂലൈ 1 ആരെല്ലാം? ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും ഒപ്പുവെച്ച കരാറാണ്. അപ്പൊ അതും 1543. ഇനി ജുവാൻ ക്രോംബർഗ് എന്ന വ്യക്തി മെക്സിക്കോ സിറ്റിയിൽ ആദ്യത്തെ അച്ചടിശാല ആരംഭിച്ചു. തെറ്റ്. ഇത് 1539 സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ 1539 സംഭവിച്ച ഈ ഒരു ഓപ്ഷനാണ് നമ്മുടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. മീൻസ് 1543 നടക്കാത്ത സംഭവം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് രഹസ്യമായി ഒപ്പുവെച്ച ലണ്ടൻ ഉടമ്പടിയിൽ താഴെ പറയുന്ന ഏത് രാജ്യം ഉൾപ്പെട്ടിരുന്നില്ല എന്നാണ് ചോദ്യം. അപ്പോ ഒന്നാം ലോക മഹായുദ്ധ സമയം എക്സാക്ട്ലി പറഞ്ഞാൽ 1915 ഏപ്രിൽ 26 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ ലണ്ടൻ ട്രീറ്റി ഓഫ് ലണ്ടൻ
അല്ലെങ്കിൽ പാക്ട് ഓഫ് ലണ്ടൻ എന്ന പേരിൽ ഒരു രഹസ്യ ഉടമ്പടി ഒപ്പുവെക്കപ്പെടുന്നു. ഈ രഹസ്യ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഏതൊക്കെ രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്? ഇറ്റലി ഒപ്പുവെച്ചിട്ടുണ്ട്, പിന്നെ ബ്രിട്ടൻ, പക്ഷെ അന്ന് യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ UK എന്നാണ്, ബ്രിട്ടൻ എന്നാണ്, ഒരു കുഴപ്പമില്ല, ബ്രിട്ടൻ. പിന്നെ നമ്മൾ പറയുന്നു ഒപ്പുവെച്ചത് ആരാ? ഫ്രാൻസ് ഒപ്പുവെച്ചിട്ടുണ്ട്, റഷ്യ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 രാജ്യങ്ങളുടെ പേരാണ് ഇറ്റലി, UK, ഫ്രാൻസ് ആൻഡ് റഷ്യ. അപ്പൊ ഈ 4 പേരാണ് ഒപ്പുവെച്ചത്. അപ്പൊ ഇതിൽ ആരാ ഇല്ലാത്ത? ബ്രിട്ടൻ, UK, ബ്രിട്ടൻ ഉണ്ട്, ശരി. റഷ്യ ഉണ്ട്, ഫ്രാൻസ് ഇറ്റലി ഉണ്ട്. ഇനി ആരാ ഇല്ലാത്തതെന്ന് നമ്മൾ പറഞ്ഞു? റൊമാനിയ. അപ്പൊ റൊമാനിയ ഈ ഉടമ്പടിയിൽ എന്ത് ചെയ്തിട്ടില്ല? ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? റൊമാനിയ ഇതിന്റെ ഭാഗമായിട്ടില്ല. അപ്പോ പാക്ട് ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഉടമ്പടിയാണ്. അപ്പൊ അതിൽ ഒപ്പുവെക്കാത്ത രാജ്യം റൊമാനിയയാണ്. അടുത്തത്, കടൽമാർഗം പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ കൊളംബസ് ഉപയോഗിച്ച കപ്പലുകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. കൊളംബസ് 3 പ്രധാന കപ്പലുകളാണ് ഇതുപോലത്തെ എക്സ്പെഡിഷനുകൾക്ക് ഉപയോഗിച്ചിരുന്നത്, അല്ലെ? ഒന്നാമത്തേതിന്റെ പേര് ല സാന്റാ മരിയ എന്ന് പറയും. എന്താണ്? ല സാന്റാ മരിയ എന്നാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേര്. ഈ ലാൻഡാ സാൻ മരിയ എന്ന് പറയുന്നത് യഥാർത്ഥ പേര് ഇതിന്റെ ല ഗലേഗ എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്. ല ഗലേഗ, ലാൻഡ് സാന്റാ മരിയ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ല ഗലേഗ എന്നതാണ്. അപ്പൊ ഇത് കൊളംബസിന്റെ കപ്പലാണോ? ആണ്. രണ്ടാമത്തെ കപ്പലിന്റെ പേരെന്താ ചോദിച്ചേ നമ്മളോട്? പിൻറ്റ എന്നൊരു കപ്പലിന്റെ പേര് നമ്മളോട് പറഞ്ഞു, അല്ലെ? പിൻറ്റ എന്നൊരു കപ്പല്. അപ്പോ ഈ പിൻറ്റ എന്ന് പറയുന്ന കപ്പലും ലാ പിൻറ്റ എന്നാണ് ഇതിന്റെയും യഥാർത്ഥ പേര്. അപ്പൊ ഇതും ആരുടെ കപ്പൽ തന്നെയാണ്? കൊളംബസിന്റെ. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നു അടുത്ത കപ്പലാണ് ല നിന എന്നാണ് അടുത്ത കപ്പലിന്റെ പേര്. അപ്പൊ ല സാന്റാ മരിയ, ല പിൻറ്റ, ല നിന എന്നൊക്കെ പറഞ്ഞ ഇത് ആരുടെ കപ്പലുകളാ? കൊളംബസിന്റെ കപ്പലുകളാണ്. ഈ ല നിന എന്ന് പറയുന്ന ഈ കപ്പലുണ്ടല്ലോ, ഇതിനെ ലിറ്റിൽ ഗേൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാന്റാ ക്ലാര എന്നാണ് ഇതിന്റെ യഥാർത്ഥ പേര്, ല സാന്റാ ക്ലാര. ഈ ല നിന എന്ന് വിളിക്കുന്നത് ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന ഒരു നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു അപരനാമം പോലെ അല്ലെങ്കിൽ ഒരു ഓമന പേര് പോലെ വിളിക്കുന്നതാണ് ല നിന എന്ന് പറയുന്നത്, ലിറ്റിൽ ഗേൾ. ശരി. അപ്പോ ഇതിൽ ഏതൊക്കെ വന്നു? ഇപ്പോ കൊളംബസിന്റെ സാന്റാ മരിയ വന്നു, പിൻറ്റ വന്നു, നിന വന്നു. അപ്പോ ഏതാ ഇല്ലാത്ത? വിക്ടോറിയ. അപ്പൊ ഈ വിക്ടോറിയ എന്ന് പറഞ്ഞാൽ മഗല്ലൻ, അല്ലെ? മഗല്ലൻ യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കപ്പലിന്റെ പേരല്ലേ വിക്ടോറിയ എന്ന് പറയുന്നത്. അപ്പോ ഈ ഇതില് ഉൾപ്പെടാത്തത് വിക്ടോറിയയാണ് എന്ന് ആലോചിച്ചാൽ മതി. കേരള നവോത്ഥാനത്തിലെ പ്രമുഖനായ സ്വാമി ആനന്ദ തീർത്ഥനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. വഴി നടക്കാനുള്ള അവകാശത്തിനായി കൽപ്പാത്തി സമരത്തിൽ, കൽപ്പാത്തി അഗ്രഹാരവുമായി ബന്ധപ്പെട്ട് അതിലൂടെ വഴി നടക്കാനുള്ള എല്ലാവർക്കും വഴി നടക്കാനുള്ള ഒരു സമരം, അതിൽ അദ്ദേഹം പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവാണ് ആനന്ദ തീർത്ഥന് സന്യാസി ദീക്ഷ നൽകിയത്. കണ്ണൂരിൽ സ്ഥാപിച്ച ജാതിനാശിനി സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് എന്ത് ചെയ്തു? ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഇതിലേതാണ് ആനന്ദ തീർത്ഥനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ പെടാത്തത്, അല്ലെ? അപ്പോൾ ഇതിലേതാണ് തെറ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലേതാണ് ഏതൊക്കെ ശരിയാണ് എന്നാണ് ചോദ്യം. വഴി നടക്കാനുള്ള അവകാശത്തിനായി കൽപ്പാത്തി സമരത്തിൽ പങ്കെടുത്തു, ശരിയാണ്. ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ ആകർഷണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹം ജാതിനാശിനി സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി ഒരു ഹോസ്റ്റൽ തുടങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് എറണാകുളത്തല്ല അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്, പയ്യന്നൂരിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റല്ലേ? അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? എല്ലാ പ്രസ്താവനകളും ശരിയാണോ? അല്ല. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്. അപ്പൊ 1, 2, 3 മാത്രം ശരിയാണ്. അതായത് ഈ സി എന്ന് പറയുന്നതല്ലേ അവിടെ നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ. അപ്പോ ഇത് ആനന്ദ തീർത്ഥനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. മെസപ്പൊട്ടേമിയയിലെ ഉർ നഗരത്തിൽ നിന്നുള്ള വ്യാപാരികൾ യാത്ര ചെയ്തിരുന്ന പ്രദേശങ്ങളിലൊന്ന് മെലൂഹ ആയിരുന്നു എന്ന് ചേകകൾ കാണിക്കുന്നു. ഏത് പ്രദേശത്തെയാണ് മെലൂഹയായിട്ട് കണക്കാക്കുന്നത്? മെലൂഹ എന്ന് പറഞ്ഞാൽ അത് സിന്ധു നദീതട പ്രദേശങ്ങളെയാണ് ആ കാലഘട്ടത്തിൽ എങ്ങനെ വിളിച്ചിരുന്നത്? മെലൂഹ എന്ന പേരിട്ടിട്ട് വിളിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ മെലൂഹ എന്ന് കണ്ടാൽ ഈ മെസപ്പൊട്ടേമിയയിലെ വ്യാപാരികളിൽ നിന്നൊക്കെ ആയിട്ട് അവരുമായിട്ടൊക്കെ വ്യാപാര ബന്ധം നടന്നിരുന്ന സ്ഥലമാണ്. അപ്പൊ അത് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളെയാണെന്ന് മെലൂഹ എന്ന് പൊതുവിൽ വിളിച്ചിരുന്നത്. അടുത്തത് വളരെ സിമ്പിൾ. നാസി ജർമ്മനിയിലെ രഹസ്യ പോലീസ് സേന. നാസി ജർമ്മനി എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ, അല്ലെ? അപ്പൊ ഏതാണ്? ഗസ്റ്റപ്പോ. അപ്പൊ ഗസ്റ്റപ്പോ ആണ് രഹസ്യ പോലീസ് സേന എന്ന് വിളിക്കുന്നത്. ഓക്കെ. അടുത്തത്
ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽമാരായി സേവനമനുഷ്ഠിച്ചവരുടെ പേരുകൾ താഴെ നൽകുന്നു. അവരുടെ സേവന കാലം അനുസരിച്ച് കാലക്രമത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ക്രോണോളജിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. യൂത്ത് ആൻഡ് ഡാഗ് ഹമ്മർഷോൾഡ്, ബുട്രോസ് ഖാലി, കുൾട്ട് വാർഡ് ഹൈ, ഇത്രയും ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു ക്രമത്തില് ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ ഒന്ന് ക്രമീകരിക്കണം. അപ്പൊ ആദ്യത്തെ ആൾ ആരാ നമ്മൾ പറഞ്ഞേ? യൂത്ത് ആൻഡ് അല്ലേ ആദ്യത്തെ ആള്? യൂത്ത് ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാലഘട്ടം തുടങ്ങുന്നത് 1961 തുടങ്ങി. 1971 വരെയാണ് യൂത്ത് ആൻഡിന്റെ കാലഘട്ടം. അപ്പോ ഇവരുടെ സേവന കാലഘട്ടം പറഞ്ഞു. യൂത്ത് ആൻഡിന്റെ 61-71, ഹമ്മർഷോൾഡ് 53-61, 92-90 ബുട്രോസ് ഖാലി, കുൾട്ട് വാർഡ് ഹൈം 72-81. അപ്പൊ ഇതിന്റെ ക്രമം എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം ഡാഗ് ഹമ്മർഷോൾഡ് അല്ലേ വരേണ്ടത്? അപ്പൊ 2 എന്ന ഓപ്ഷൻ അല്ലേ ആദ്യം നമ്മൾ എടുക്കുന്നത്? ശരി. അടുത്തതിന് ശേഷം ഇദ്ദേഹത്തിന് നേരെ ശേഷം വരുന്ന യൂത്ത് ആൻഡ് അല്ലേ? അപ്പൊ 2, 1, ദെൻ കുൾട്ട് വാർഡ് ഹൈം 4, ദെൻ ബുട്രോസ് ഖാലി. അപ്പൊ 2, 1, 4, 3 ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരി. അപ്പോ നമ്മൾ ഇതിലെ ആദ്യത്തെ ഹിസ്റ്ററി ഭാഗത്തെയും GK പാർട്ട് ഭാഗവും കൂടി നമ്മൾ പാർട്ട് എ എന്ന് പറയുന്ന ഭാഗം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭ്യമാകുന്നതാവും. അപ്പോൾ ഇതെന്താണ്, നിങ്ങൾക്ക് ഇനി സോഷ്യൽ സയൻസിന്റെ എക്സാം HST വരാനുള്ളവർക്ക് അതിനു മുമ്പ് വളരെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ വന്നത്. തമിഴ് മീഡിയമാണ് എന്നാലും നമ്മളെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ നിലവാരം ടൈപ്പ് എങ്ങനെയായി എന്ന് നോക്കുക. അപ്പൊ കൃത്യമായിട്ട് പഠനം കൃത്യമായ രീതിയിൽ ഏറ്റവും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിലേ ഇതുപോലത്തെയൊക്കെ നമുക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളായിരിക്കാം. പക്ഷേ ഇത് ആ സമയത്തിന്റെ ഇടയിൽ, ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഇടയിൽ നിന്ന് അത് കൃത്യമായി പിക്ക് ചെയ്യാനുള്ള സമയം കൂടി നമുക്കൊന്ന് ലഭ്യമാവണം അല്ലെ? അപ്പൊ ആ സമയത്തിന്റെ പരിമിതി കൂടി ഉണ്ടായിരിക്കും. അപ്പൊ എക്സാമുകൾ എഴുതി മാക്സിമം ഇത് നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പരീക്ഷയെ നമുക്ക് വ്യക്തമായിട്ട് ഇനി അടുത്ത HSAയിൽ നേരിടാൻ പറ്റൂ. അപ്പൊ പഠനം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഓക്കെ, താങ്ക് യു.